ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മുടെ ബാങ്ക് ഫ്രീസിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കുറേ ടൈപ്പ് ഓഫ് ബാങ്ക് ഫ്രീസുകളുണ്ട്. എന്ന് വെച്ചാൽ ഇത് എനിക്ക് ഡെയിലി ഇപ്പോൾ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ ബാങ്ക് ഫ്രീസ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജും ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. ആരും വാട്സപ്പിലേക്ക് അയക്കാനായിട്ട്, അതായത് നമ്മുടെ ബിസിനസ് വാട്സപ്പ് അക്കൗണ്ടാണ്, അതിൽ ഞാൻ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ ഫിനാൻഷ്യലായിട്ട് എസ്പെഷ്യലി ഫിനാൻഷ്യൽ എൻക്വയറി അല്ല ക്വയറീസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതിട്ടാ. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസിനെ കുറിച്ച് നമ്മളൊന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറേ ടൈപ്പ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസുകളുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് മെയിൻലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സൈബർ അക്കൗണ്ട് ഫ്രീസുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് എന്തായാലും ആ ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ഈ ബാങ്ക് അക്കൗണ്ട് ഫ്രീസുകളെ കുറിച്ചും ഞാൻ ചെറുതായിട്ടൊന്ന് ക്വിക്കായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്നിക്കൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ടെലിഗ്രാം ചാനലും ഉണ്ട് കേട്ടോ, മറക്കണ്ട, താഴെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവാൻ കുറേ കാരണങ്ങൾ വരുന്നുണ്ട്. അതിൽ മെയിൻ എന്ന് പറയാനുള്ളത് കുറച്ച് കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മെയിൻ അതെന്തായാലും ഞാൻ വഴിയെ പറഞ്ഞു പോകട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ഫീസുകൾ വരിക നോക്കി വെക്കാം. ആദ്യം എന്ന് പറയുന്നത് സസ്പീഷ്യസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ, അതായത് നോർമലി നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വെബ്സൈറ്റിൽ കൂടെ ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനും പ്രത്യേകിച്ച് ഇന്റർനാഷണൽ വെബ്സൈറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ മെസ്സേജ് വരും, എന്നിട്ട് കാർഡ് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും. അതേ സെയിം പരിപാടി തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്നുണ്ട്. അത് വെച്ചാൽ എല്ലാം സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി, സസ്പീഷ്യസ് ആക്ടിവിറ്റി ഒക്കെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ഫ്രീസ് ആവും. അപ്പോൾ അങ്ങനെ ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ KYC ചെയ്താൽ മതി, അത് ശരിയായിക്കോളൂട്ടാ. അല്ലെങ്കിൽ വിളിച്ച് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്താൽ മതി. അവർ കുറച്ച് എന്താ പറയുക ക്വസ്റ്റ്യൻസും നമ്മുടെ എന്താ പറയുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് എന്താ പറയുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അൺബ്ലോക്ക് ചെയ്ത് തരും, അപ്പോൾ അൺഫ്രീസ് ചെയ്ത് തരും. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു കാരണം, നമ്മുടെ സസ്പീഷ്യസ് ആക്ടിവിറ്റി കാരണം അക്കൗണ്ട് ഫ്രീസ് ആവുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് അൺപെയ്ഡ് ഡെപ്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും ക്രെഡിറ്റേഴ്സായിട്ടോ ഗവൺമെൻറ് സംഭവമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഡെപ്റ്റ് പേ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ വഴിയും നമുക്ക് അക്കൗണ്ട് ഫ്രീസിങ് നടത്താവുന്നതാണ്. ഇപ്പോൾ കോർട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സിനിമയിലൊക്കെ ഉണ്ടായിരിക്കും, ആ പരിപാടിയും ആ ഒരു മെത്തേഡും ഉണ്ട് കേട്ടോ അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ളത്. മൂന്നാമത്തേന്ന് പറയുന്നത് ഗവൺമെൻറ് ഓപ്ഷൻ നടന്നു കഴിഞ്ഞാൽ, അതായത് അതോറിറ്റീസ് നമുക്ക് ടാക്സ് ഏജൻസീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ടാക്സസ് അൺപെയ്ഡ് ചെയ്യാണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള അക്കൗണ്ട് ഫ്രീസിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് മൂന്നാമത്തെ. നാലാമത്തേന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക നോൺ കംപ്ലൈൻസസ് വിത്ത് ബാങ്ക് റൂൾസ്. അത് നമ്മുടെ KYC ഇഷ്യൂസ് ആണ്. നിങ്ങളുടെ KYC എക്സ്പയർഡ് ആയി, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവും. അപ്പോൾ ആ സമയത്ത് അത് KYC ചെയ്താൽ മതി, KYC ഒന്നുകൂടി പോയി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അൺഫ്രീസ് ചെയ്യാൻ പറ്റൂട്ടാ. അതൊന്നും ഇഷ്യൂസ് അല്ല. ബാക്കി പറഞ്ഞ മുകളിലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ഇഷ്യൂസാണ്. പിന്നെ വരുന്നത് നമ്മുടെ അക്കൗണ്ട് ഇൻആക്ടിവിറ്റി, അതായത് നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്യാണ്ട് ട്രാൻസാക്ഷനോ കാര്യങ്ങളൊന്നും ആക്റ്റീവായിട്ട് ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ നോർമലി 1 to 2 year ആണ് നമ്മുടെ RBI റൂൾ പ്രകാരം. 2 കൊല്ലമൊക്കെ ആയിട്ട് നമ്മുടെ അക്കൗണ്ട് ഇൻആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവും, അല്ലെങ്കിൽ ഡോർമെൻ്റ് അക്കൗണ്ട് ആവുമെന്നും പറയും. അല്ലാത്ത പക്ഷെ അത് അക്കൗണ്ട് ക്ലോസ് ആവും ചെയ്യട്ടെ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ചിട്ട്. പിന്നെ അടുത്ത കാരണങ്ങളാണ് ഡെത്ത് ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ. അപ്പോൾ അക്കൗണ്ട് ഹോൾഡർ മരിച്ചു പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ആക്കാനുള്ള സംഭവം ഉണ്ട്, നമ്മുടെ കയ്യിൽ സെറ്റിങ്സ് ഉണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നോമിനി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്തതാണ് നമ്മുടെ എന്താ പറയുക ഈ നമ്മുടെ സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അതേപോലെ ഗവൺമെൻറ് ബോഡിയുടെ സൈഡിൽ നിന്ന് അക്കൗണ്ട് ഫ്രീസിങ് ഓർഡർ വരിക ബേസ്ഡ് ഓൺ നമ്മുടെ എന്തെങ്കിലും ഫ്രോഡ് മണി ട്രാൻസാക്ഷൻ, ഇല്ലീഗൽ മണി ട്രാൻസാക്ഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ വരുന്ന അക്കൗണ്ട് ഫ്രീസ്. അതാണ് മെയിൻ ഇപ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അൺഫ്രീസ് ചെയ്യാനുള്ള പരിപാടി നടക്കില്ല. ഇതിൻ്റെ ഒരു നോർമൽ സംഭവം എങ്ങനെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ റീസെൻ്റ്ലി മെയിനായിട്ട് നടക്കുന്നത്, നിങ്ങളിപ്പോൾ കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് കുറേ എണ്ണം പറഞ്ഞിട്ട് കുറേ ഉടായ്പ ഗെയിമുകളും അതുപോലെ തന്നെ കളർ ട്രേഡിങ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നു കഴിഞ്ഞാലാണ് നോർമലി ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ലീഗൽ ആപ്പ് ത്രൂ ട്രേഡിങ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഒക്കെ നമുക്കിത് അക്കൗണ്ട് ഫ്രീസിങ് നമുക്ക് എന്താ പറയുക വരും. അത് ചിലപ്പോൾ അപ്പം തന്നെ വരും, ചിലപ്പോൾ കുറേ ടൈം എടുത്തിട്ടേ വരുള്ളൂ. പിന്നെ ടൈം ഫ്രെയിമിനുള്ളിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഹൈറ്റിലാന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിച്ചിരിക്കേണ്ട. അതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഉടായ്പ ഗെയിമുകളും സംഭവങ്ങളൊക്കെ കളിച്ചിട്ട് ക്യാഷ് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് വരുന്ന ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന
ക്യാഷ് ഉണ്ടല്ലോ അത് വരുന്ന അക്കൗണ്ട് ഓൾറെഡി ആരെങ്കിലും അതിനെതിരെ കേസ് കൊടുത്തതായിരിക്കും. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഉടായ്പ അക്കൗണ്ടുകളായിരിക്കും, ഇവർ ഫ്രോഡ് ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളായിരിക്കും. അതിനെതിരെ ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി മുമ്പ്. അപ്പോൾ അങ്ങനെ വരുന്ന ആരുടെയും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേസ് ആയിട്ടുണ്ടല്ലോ, FIR ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ അക്കൗണ്ടിൽ നിന്ന് വരുന്ന ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ വരും. നോർമലി ഒരു ചെയിൻ ഓഫ് അക്കൗണ്ട്സ് നമ്മളിങ്ങനെ നോർമലി ഫ്രോഡ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ പരിപാടിയാണല്ലോ, ഇങ്ങനെ അക്കൗണ്ട് ഇങ്ങനെ ചാടിക്കുന്ന അക്കൗണ്ടിലേക്ക് മാറ്റി കൊണ്ടുപോകാം. എന്താ പറയുക ലെയർ ഓഫ് എന്ന് പറയാം, ലെയർ എന്നൊക്കെ പറയും. ഇത്ര ലെയറിലാണ് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസിങ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നോർമലി 5 ലെയറിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഇഷ്യൂസ് വരാം. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ സൈബർ പോലീസ് അവരൊക്കെ ഹാജരാവാനൊക്കെ പറയാം. ഇത് നോർമലി ഇപ്പോൾ വരുന്ന മിക്ക ആൾക്കാർക്കും അതർ സ്റ്റേറ്റ്സിലത്തെ സൈബർ പോലീസുകാരായിരിക്കും ഇതുപോലെ കേസ് അതുപോലെ ഫ്രീസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവിടെ പോകേണ്ടി വരും. ഇതുപോലെ കാരണങ്ങളൊക്കെ പറയേണ്ടി വരും, ഇത് എന്ത് ക്യാഷാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് എന്താ, നിങ്ങൾ ഇതുപോലെ ഉടായ്പ, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ടൊക്കെ ആണെങ്കിൽ സാലറി അക്കൗണ്ട്, ഇങ്ങനത്തെ ഉടായ്പ ആപ്പുകളിലൊന്നും പോയി കൊടുക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ അൺനോൺ ആൾക്കാർക്കൊന്നും ക്യാഷ് ക്രെഡിറ്റ് ചെയ്യാൻ അക്കൗണ്ട് കൊടുക്കാണ്ടിരിക്കുക. UPI ആയിക്കോട്ടെ, എന്തായാലും ഏത് മോഡൽ വന്നാലും ഇത് ബാധകമാണ്. UPI മാത്രമൊന്നുമല്ല, എന്ത് മോഡൽ വന്നാലും ഈ സാധനം ബാധകമാണ്. അത് IMPS ആയിക്കോട്ടെ, നെഫ്റ്റ് ആയിക്കോട്ടെ, എന്തായാലും വന്നാലും ബാധകമാണ് കേട്ടോ. UPI മാത്രമല്ല, അത് UPI ഫ്രോഡല്ല സംഭവം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും ടൈപ്പ് വെറൈറ്റി ഓഫ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 99% ആൾക്കാർക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഈ സൈബർ പോലീസ് സൈഡിൽ നിന്ന് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഫ്രീസുകളാണ്. നിങ്ങൾക്ക് ഇതിന് ആകെയുള്ള വഴി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്താ പറയുക നമ്മുടെ കോടതിയെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചൊരു കേസ് കൊടുക്കാം. നിങ്ങളെ എക്സാമ്പിളായിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല എന്താ പറയുക അക്കൗണ്ടിൽ നല്ല ക്യാഷ് ഉണ്ട്, നോർമലി എന്ന് വെച്ചാൽ ആ എമൗണ്ട് മാത്രം ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ഹൈക്കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴും കുറേ പേരുടെ ബാങ്ക് അക്കൗണ്ട് ഫുള്ള് ഫ്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് കേസ് കൊടുക്കാം. പക്ഷേ ആ ഹോൾഡായ ലീനായ എമൗണ്ട് അവിടെ കിടക്കൂട്ടാ, അത് ആ കേസ് കഴിഞ്ഞവരെ കിടക്കും, അല്ലെങ്കിൽ അത് ആ കേസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനത് പോകുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നൊക്കെ സൂക്ഷിക്കുക. ഇതുപോലെ ഉടായ്പ ഗെയിമുകളും ഇൻസ്റ്റാഗ്രാമിൽ കുറേ എണ്ണം വന്ന് പറയും ഇതൊക്കെ കളിച്ച് മാങ്ങ കിട്ടും പിണ്ണാക്ക കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്, അമാർക്കേ 10 പൈസ ബോധമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് പണി കിട്ടിയിട്ട് വരാണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഡെയിലി ഇതുപോലെ വന്നിട്ട് അക്കൗണ്ട് ഫ്രീസ് ആയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഇത് എങ്ങനെ സോൾവ് ചെയ്യുക? അപ്പോൾ കാരണം ചോദിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ കുറേ പടികളാണ്. ഇത് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. അത് നിങ്ങൾ വെട്ടു, അത് നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ വെട്ടു, അത് വേറെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സാലറി അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ സാലറി അക്കൗണ്ട് മാറ്റാൻ തന്നെ രക്ഷയുള്ളൂ. ലീൻ എമൗണ്ട് നോർമലി ഇപ്പോൾ കുറേ പേർക്ക് ലീൻ ആവുന്നുണ്ട്, അതായത് ആ എമൗണ്ട് മാത്രം ഫ്രീസ് ആവും, അല്ലാണ്ട് ഫുൾ അക്കൗണ്ട് ഫ്രീസ് ആവില്ല. എന്നാലും പക്ഷേ സേഫ് അല്ല. ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇതേപോലെ ലീൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെയും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറേ ഇപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി മെസ്സേജ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ സംഭവമായിട്ടൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യാം. അടിപൊളിയാണോ? ബൈ.